ഒരു 1 year മുന്നെയാണ് ഞങ്ങള് ഒരു 16ഓളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ 1ഉം 2ഉം അല്ല 100ലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം. കാരണം ഞങ്ങൾക്കും ജീവിക്കണം, സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ സിനിമാ നടിയാവണോ? ഞാൻ ആത്മഹത്യ ചെയ്യും. 2 ദിവസം മുന്നേ നമ്മുടെ സിനിമാ നടി പ്രവീണയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത പലരും ശ്രദ്ധിച്ചു കാണും. എന്താണ് ആ വാർത്ത? 2 വർഷത്തോളമായി ഈ നടിയുടെ മകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോർഫിംഗ് അറിയാലോ, നമ്മുടെ തല മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഉടല് വേറെ ആയിരിക്കും. ആ രീതിയിലുള്ള ചിത്രങ്ങൾ വളരെ വൾഗറായിട്ട് സെക്ഷുവലായി ചിത്രീകരിക്കുക, അതും കണ്ടാൽ യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ 2 വർഷത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രവീണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് അല്ലെ. അവസാനം ഗത്യന്തരമില്ലാതെ എന്ത് സംഭവിച്ചു? പുള്ളിക്കാരി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്ന വേളയിൽ സുരേഷ് ഗോപിയോട് ഈ കാര്യം അവതരിപ്പിച്ച്, ഒരാളെ കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു വൃത്തികെട്ട ഫീലാണത്. എന്തായാലും കാര്യം നടന്നില്ലേ പറ്റൂ, അങ്ങനെ ചെയ്തു അല്ലെ. സുരേഷ് ഗോപി ചേട്ടൻ എന്താക്കി, നേരെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രധാനമന്ത്രി എന്താക്കി ഉത്തരവിട്ട് 2 ദിവസത്തിനുള്ളിൽ എന്താക്കി ആളെ പൊക്കി. നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, പ്രവീണ് 2 വർഷത്തോളമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് നടക്കാത്ത കാര്യം പ്രധാനമന്ത്രി വിചാരിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് നടത്തി കാണിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവീണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഉണ്ടല്ലോ, ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും, പക്ഷേ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസിനുണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ്. കേരളത്തിന് വെളിയിലാണ്, വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ, ഈ പയ്യനുള്ളത്. സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നമുക്കൊന്ന് PM ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം, നിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ, സുരേഷ് ചേട്ടൻ അയച്ചു കൊടുത്തു. സുരേഷ് ചേട്ടൻ PM ഓഫീസിൽ കൊടുത്തത് മിനിഞ്ഞാന്നിൻ്റെ ഇന്നലെയാണ്, രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു. അത് മാത്രമല്ല, ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു, കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു. അവരാണല്ലോ അറസ്റ്റ് ചെയ്തത്. അപ്പം ക്രെഡിറ്റ് കൂടുതൽ അവർക്കാണ് പോകുന്നത്. അതൊരു പ്രതിഷേധം ഉണ്ട് മനസ്സിനകത്ത്. പ്രതിഷേധമല്ല, സങ്കടമാണ്, വിഷമമാണ്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ്, 100 കണക്കിന് 1000 കണക്കിന്. ഓക്കെ, അതാണ് 100 കണക്കിന് 1000 കണക്കിന് കേസുകൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയും ആകുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ആശങ്കയും സങ്കടവും ഒക്കെ പ്രവീണയുടെ മുഖത്ത് നല്ലോണം നമുക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു നടി എന്ന നിലയിൽ പോട്ടെ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ 2 വർഷത്തോളമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും സ്വമേധ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടും ഇവിടെ പ്രവീണയ്ക്ക് ഒരു നിയമസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം തന്നെ പിടിപാട് വെച്ച് പരിശ്രമിച്ചപ്പോൾ എന്തായി കാര്യം നടന്നു അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങാനും കല്യാണാവശ്യത്തിന് വേണ്ടി സുരേഷ് ഗോപി പ്രവീണയെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ പ്രവീണയ്ക്ക് വന്നേനെ അല്ലെ. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള പോലീസ് സൈബർ വിങ്ങിനോട് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ പിടിപാടുള്ളവനൊരു നിയമവും പിടിപാടില്ലാത്തവന് മറ്റൊരു നിയമം, അങ്ങനെയാണോ? ഇനി അതല്ല എങ്കിൽ പിടിപാടില്ലാത്തവന് നീതി കിട്ടാൻ വേണ്ടി ഇല്ലാത്ത പിടിപാട് ഉണ്ടാക്കി കൊണ്ടുവരണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെലനോസ് പാട്ട് റീസെന്റ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പലരും കണ്ടു കാണുന്നത്. ഹെലനോസ് പാട്ട് അറിയാലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവീൺ അനുഭവിച്ച അതേ പ്രശ്നം തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി 1 വർഷത്തോളമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാണ്. പുള്ളിക്കാരി മാത്രമല്ല, അങ്ങനത്തെ 16ഓളം ആളുകൾ ഒരുമിച്ച് കയറി ഇറങ്ങാണ്. പക്ഷെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 1 വർഷത്തോളമായി കയറി ഇറങ്ങിയിട്ടും അവർക്കൊരു നിയമസഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹരന്റെ വാക്കുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ മുന്നേ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സീരിയൽ ആക്ട്രസും അതുപോലെ തന്നെ സിനിമ ആക്ട്രസുമായിട്ടുള്ള പ്രവീണ എന്ന് പറയുന്ന ആളുടെയും ആളുടെ മകളുടെയും ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് ഉള്ളൊരു ഇഷ്യൂ. ആ ഒരു ഇഷ്യൂല് ആള് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. 1 year എങ്ങാനായി ഫയൽ ചെയ്തിട്ട്. അപ്പോ വെരി റീസെന്റ് പിന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ അവരിതിൽ ഇടപെട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൂടി ഇടപെട്ടിട്ട് വെരി റീസെന്റ് വളരെ സ്പീഡായിട്ട് ആരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആളിനെ പിടിച്ചു എന്നുള്ളത് സൂപ്പർ അടിപൊളിയാണ്. വളരെ 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 സന്തോഷം തോന്നുന്നു. കാരണം ഒരു 2 പേർക്കെങ്കിലും സമാധാനമായില്ലോ അല്ലെ. ഈ പറയുന്ന പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ. ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനം. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം
രശ്മിക മന്ദാന ആളുടെ അങ്ങനെയാണ് മോർഫിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത അവരെയും പെട്ടെന്ന് തന്നെ ആരാണോ ചെയ്ത അവനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ കേരളത്തിലുള്ള ആളല്ല അത് ചെയ്തേ തോന്നുന്നു. എവിടെയുള്ള ആളായാലും കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പുറത്താവുന്ന ഏത് സംസ്ഥാനത്തിൽപ്പെട്ട ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നറിയുന്നത് വളരെ സന്തോഷം. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളിപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും സ്ട്രെസ് അല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊരു ചോദ്യം തന്നെയാണ്. ഇനി അതൊരു സ്ട്രെസ്സായി കണക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ പിടിപാടുണ്ടോ നമുക്കൊരു കൈ നോക്കാം. അതല്ലാണ്ട് നിങ്ങൾ എത്ര സ്ട്രെസ് അനുഭവിച്ചാലും അതിലൊന്നും യാതൊരു വിലയില്ലെന്ന്. പിടിപാടിലാണ് കാര്യം. നല്ല പിടിപാടുണ്ടോ നമുക്ക് കാര്യം നടത്തിയെടുക്കാം. അതുകൊണ്ട് ഹരനോട് പറയാനുള്ളത്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്തോളി. ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചോളി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, 2 ദിവസം കൊണ്ട് കാര്യം നടക്കും. ദിസ് ഈസ് കോൾഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെ? എന്തായാലും ബാക്കിയുണ്ടോ? അതിപ്പോ എങ്ങനെയാണ്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ? സീരിയലിൽ അഭിനയിക്കണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ? എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള 15ഓളം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂട്ടം ചേർന്നിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണോ, സീരിയലിൽ ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യൂ സിനിമയിൽ ഒരു സീരിയലിൽ. അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്നും നിൽക്കട്ടെ. സീരിയലും സിനിമയിലും അഭിനയിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സീരിയൽ നടിമാർക്കും സിനിമ നടിമാർക്കൊക്കെ പെട്ടെന്ന് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രവീണ ചേച്ചി 2 വർഷത്തോളം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരില്ലല്ലോ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. സിനിമാ നട ഏറ്റവും സീരിയൽ നട ഏറ്റവും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിടിപാടാണ് കാര്യം. അതില്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ എനർജി വേസ്റ്റ് ആവുന്നില്ലാണ്ട്. എന്തായാലും ബാക്കിയും കൂടി ഉണ്ടോക്കാം. ഈ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ്. ഞാൻ പറയുള്ളൂ, നിങ്ങൾ തന്നെ ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1-2 ആൾക്കാർക്കല്ല, ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഡേ ബൈ ഡേ 100-200 ഫോട്ടോസാണ് മോർഫ് ചെയ്ത് ഇങ്ങനെ വരുന്നുള്ളത്. ആരെയാണ് നമ്മളിനി കാണണ്ടേ? ഓക്കെ, ചീഫ് മിനിസ്റ്റർക്ക്, നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തു, പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു, സംഘടനകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു, ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഹെൽപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ആ ഒരു കേസിൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു രീതിയിലുള്ള അപ്ഡേറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ആളിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ വരുന്ന സൈറ്റ് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒരു മണ്ണാൻ കട്ടയും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ സിനിമ സീരിയൽ ആക്ട്രസ് അല്ലാത്തതുകൊണ്ടാണോ? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ? എങ്ങനെയാണത്? എന്താണത്? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പരിഗണനയൊന്നുമില്ലേ? ഞങ്ങൾ ജീവിക്കണ്ട? ലൈക്ക് സീരിയസ്ലി, ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട്? അപ്പം ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ ബാക്കിയുള്ള 15ഓളം പേർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ആരെയാണോ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെയാണോ നമ്മൾ പോയി കാണേണ്ടത്, റിക്വസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും റിക്വസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ എല്ലാവരും പോയി റിക്വസ്റ്റ് ചെയ്യാം. ആര് വന്നില്ലെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ പോയിട്ട് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 15ഓളം കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആൾക്കാർ കൊടുത്തൊരു പരാതിയുണ്ട്. അതൊന്ന് ദയവ് ചെയ്തിട്ട് അതൊന്ന് പരിഗണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ആളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, ആ സൈറ്റ് കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള. ഓക്കെ, നമുക്ക് പരിഗണിക്കാന്ന് മാത്രം കേട്ടോ. നടപടി ഉണ്ടാകുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട, നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം അല്ലേ? ഇപ്പൊ അങ്ങനെ പറയാനേ നമുക്ക് ഇവിടെ പറ്റത്തുള്ളൂ. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണിത്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ കോൺടാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് തോളുകായിട്ട് നടന്ന സുഹൃത്തിന് വരെ ഉണ്ടായിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മാന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അത് കുടുംബക്കാർക്ക് നീയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപയാണ് അവന്റെ കയ്യിൽ നിന്നും തട്ടിയത്. അവനത് കാരണമായി ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങി. ഒരു കാര്യമില്ല, ഒരു നടപടി ഇത് കാരണമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു സഹായവും അവന് ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും ഈ ഹരനോസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോക്ക് താഴെ കുറച്ച് കമന്റുകൾ ഉണ്ടായിരുന്നു, ഇവിടെ ഇത് വൈറലാകാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ ഡയലോഗ് കളിക്കാൻ നല്ല എളുപ്പമാണ്. യാരേന്റെ അമ്മക്ക് പ്രാന്ത് പിടിച്ചാൽ നല്ല ചേലാന്ന് പറഞ്ഞ പോലെ സ്വന്തം വീട്ടുമുറ്റത്ത്, അതല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്കോ സ്വന്തം സഹോദരിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വരണം?
അന്നേരം നിങ്ങളൊക്കെ പഠിക്കും. അന്നേരം ഈ തമാശ പറച്ചിലും കളിയാക്കലൊക്കെ അവിടെ നിൽക്കും കേട്ടോ. ഹലന്റെ ഈ സംസാരം കേട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണെന്ന്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. എല്ലാറ്റിനെയും ഈ കണ്ണി കാണാന്ന് പറയുന്നത് വളരെ ബോറ് പരിപാടിയാണ്. എന്തൊക്കെയായാലും നമുക്ക് ഓരോ ദിവസം രാവിലെയും മനസമാധാനത്തോടുകൂടി എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അതിന് പോലും പറ്റാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കുക. ആ ഒരു അവസ്ഥയിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയവർക്ക് അതിന്റെ വേദനയും വിഷമവും മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഒരുപക്ഷെ നാളെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അന്നേരം പിടിപാടില്ലാത്ത പക്ഷം ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി വെക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.